നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 30 ശ്ലോകം 10. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഭട്ടതിരിപ്പാട് പറയാണ്, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു വളരെ ഭാഗ്യവാനായിട്ടുള്ള ആ മഹാബലി ഭഗവാന്റെ പാദതീർത്ഥം തൻ്റെ ശിരസിലണിഞ്ഞു എന്ന്. അപ്പോൾ പറയാണ്, എന്താണ് ഇത്രയും വലിയ ഒരു ഭാഗ്യത്തിന് കാരണം? 2-3 കാരണങ്ങൾ പറയാണ്. പ്രഹ്ലാദകുമാരൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണോ, അതോ വേണ്ട വിധത്തിൽ അനുഷ്ഠാനങ്ങളോടൊക്കെ കൂടിയിട്ട് ധാരാളം യാഗങ്ങൾ ചെയ്തതുകൊണ്ടാണോ, അതോ ഇനിയിപ്പോൾ ബ്രഹ്മജ്ഞാനികളോട് ബ്രാഹ്മണരോട് വലിയ ഭക്തിയും വിശ്വാസവുമുണ്ട്, സാധാരണ ഒരു അസുരനല്ല അദ്ദേഹം, അതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇത്രയും ഭാഗ്യം ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം ആ മഹാബലിക്കുണ്ടായത്? ഒരു അസുരനായിട്ട് പോലും അങ്ങ് ഈ വാമനാവതാരമെടുത്ത് ഉദയസൂര്യൻ്റെ പോലെ പ്രഭയോടുകൂടി ഇവിടെ വന്നത് വാസ്തവത്തിൽ ഈ മഹാബലിയെ അനുഗ്രഹിക്കാൻ തന്നെയല്ലേ? എന്താണ് ഇദ്ദേഹത്തിന് ഒരു അസുരനായിട്ടും ഇത്രയും അനുഗ്രഹം കിട്ടിയത്? അപ്പോൾ ഭട്ടതിരിപ്പാട് പോലും അങ്ങനെ പറയുകയാണ്, അസുരനായിട്ട് പോലും അസുരന്മാരോട് പൊതുവെ ഭഗവാൻ ഇഷ്ടക്കുറവാണ്, ദേവന്മാരോട് കുറച്ച് പക്ഷപാതമുണ്ട് എന്നൊരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഭാഗവതോ നാരായണീയോ ഒക്കെ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാം ഭഗവാൻ ആരോടും കൂടുതൽ ദേഷ്യവും ഇഷ്ടമൊന്നുമില്ല, ദേവനോ അസുരനോ ആരായാലും. പക്ഷേ ഭഗവാന് പക്ഷപാതം ഉണ്ട്. ആരോടാ? ഭക്തനോട്. ഭക്തന്മാരെ അതിന് അർഹത നേടുന്നുള്ളൂ എന്നതാണ് അർത്ഥം. അസുരന്മാർ ഇങ്ങനെ ഭഗവാൻ കൈ നീട്ടി രക്ഷിക്കാം ഞാൻ എന്ന് പറഞ്ഞ് നിന്നാൽ പോലും അവർ ആ കൈ തട്ടിക്കളഞ്ഞു പോവാണ്. അസുരന്മാരെന്ന് പറഞ്ഞാൽ അസുരബുദ്ധിയില്ല എല്ലാവരും. നേരെ മറിച്ച് ബ്രാഹ്മണർ, ബ്രഹ്മം എന്താണ് എന്ന് അറിയുന്നവർ, അല്ലെങ്കിൽ സജ്ജനങ്ങൾ, ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ അടുത്തേക്ക് നടക്കും. അപ്പോൾ പറയൂലോ, നമ്മൾ ഒരടി വയ്ക്കുമ്പോൾ ഭഗവാൻ 10 അടി ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അസുരന്മാരോട് ദേഷ്യമില്ല ഭഗവാന്. ദേവനാവട്ടെ അസുരനാവട്ടെ മനുഷ്യനാവട്ടെ പക്ഷിയോ മൃഗമോ കാട്ടാളനോ കുരങ്ങനോ ആരായാലും ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന് തീർച്ചയായിട്ടും ആ ഭാഗത്തേക്ക് ഒരു ദൃഷ്ടി കാരുണ്യം പതിപ്പിക്കാതിരിക്കാനാവില്ല. ഇവിടെ ഇപ്പോൾ ഇത്രയധികം കാരുണ്യം എന്ന് പറയാൻ ഭഗവാൻ അവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. എന്താ കാര്യം? ആ പാദതീർത്ഥം മഹാബലി ശിരസിൽ ധരിച്ചു. എങ്ങനെയുള്ള പാദതീർത്ഥാണ്? ബ്രഹ്മാവിൻ്റെ കരങ്ങൾ കൊണ്ട് ക്ഷാളിതമാണ് അല്ലേ. പിന്നെയാണത് കാണുള്ളൂ. കാല് മുകളിലേക്ക് ബ്രഹ്മലോകം വരെ ഉയർന്നപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് ആ പാദത്തിനെ കഴുകിച്ചു. അതാണ് ആകാശഗംഗയായി ഒഴുകിയതും പിന്നെ ഭൂമിയിലേക്ക് പതിച്ചതും മഹാദേവൻ തൻ്റെ ശിരസ്സുകൊണ്ട് അതിനെ ധരിച്ചതും. ഇവിടെ തന്നെയാണ് പറയുന്നത്, മഹാദേവൻ പോലും ശിരസ്സുകൊണ്ട് തലയിലേറ്റി ലാളിക്കുന്ന ആ ഗംഗ എത്ര എളുപ്പത്തിലാണ് ഈ മഹാബലിക്ക് കിട്ടിയത്. ഭഗവാന്റെ പാദം കഴുകി എന്നതാണല്ലോ, പാദം സ്പർശിച്ചു എന്നതാണല്ലോ ആ തീർത്ഥത്തിനെ ഇത്രയും പരിശുദ്ധമാക്കുന്നത്. 3 ലോകങ്ങളെയും അങ്ങനെ പവിത്രീകരിക്കുന്ന ആ ഗംഗ നേരിട്ട് തലയിലേക്ക് ധരിക്കുവാൻ മാത്രം ഈ മഹാബലി എന്തു പുണ്യമാണ് ഭഗവാനെ ചെയ്തത്. എനിക്കും കുറച്ച് ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ തരണേ എന്ന് പറഞ്ഞാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. 10ാമത്തെ ശ്ലോകം. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോ നു തദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം സ ത്വം വിഭോ ഗുരുപുരാലയ പാലയേധാ. ഗിരിശസ്യ ശിരോഭിലാള്യം. ഭഗവാൻ പരമശിവൻ തൻ്റെ ശിരസ്സുകൊണ്ട് ലാളിക്കുന്നതായ തേ യത് പദാംബു, അവിടത്തെ കാല് കഴുകിയിട്ടുള്ള ആ തീർത്ഥജലം ദിദിജ അഭി, അസുരനായിട്ട് പോലും അയം ഈ മഹാബലിക്ക് കിട്ടുവാൻ എന്താണ് കാരണം? 2-3 കാരണം പറയാണ്. പ്രഹ്ലാദവംശജതയ,
പ്രഹ്ലാദൻ്റെ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നതുകൊണ്ടാണോ? ക്രതുഭി, ധാരാളം യാഗങ്ങൾ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഭക്തിയോടുകൂടി അവിടുന്ന് ഈ മഹാബലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ പ്രസാദിച്ചതുകൊണ്ടാണോ? ദ്വിജേഷു വിശ്വാസത എന്നു, ബ്രാഹ്മണന്മാരിൽ വലിയ വിശ്വാസവും ഭക്തിയും, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി, അറിവുള്ളവരിൽ, ജ്ഞാനികളിൽ വിശ്വാസവും ഭക്തിയും ഉള്ള അസുര രാജാവായതുകൊണ്ടാണോ? എങ്ങനെയാണ്? അതോ ഇതെല്ലാം കൂടിയിട്ടാണോ ഇത്രയും മഹത്വം ലേഭേ, ഈ മഹാബലിക്ക്, അസുരന് ലഭിച്ചത്? ഹേ വിഭോ ഗുരുപുരാലയ, അങ്ങനെയുള്ള ഭഗവാനെ, ഗുരുവായൂരപ്പ, സത്വം, അവിടുന്ന് മാം പാലയേധ, എന്നെയും രക്ഷിക്കണേ എന്ന് പറയാണ് ഭട്ടതിരി. ഗംഗ എന്ന് പറയണത് തന്നെ ഭാഗ്യമാണ്, പുണ്യം ആണ് എന്ന് പറയണു. ആ ഗംഗാ നദിയെ കാണുന്നത്, സ്പർശിക്കുന്നത്, അതിൽ സ്നാനം ചെയ്യുന്നത് ഒക്കെ ഇത്രയും പാപനാശകരം ആവാൻ എന്താണ് കാരണം? അത് ആ ഭഗവാന്റെ ശ്രീപാദങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഒഴുകി വരുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള അതേ തീർത്ഥം തന്നെയാണ്, അതേ പാദങ്ങൾ കഴുകിയത് തന്നെയാണ് ഇവിടെ മഹാബലി തൻ്റെ ശിരസിൽ നേരിട്ട് അണിഞ്ഞത്. എവിടെയൊക്കെ ഭക്തിയുടെ പ്രാധാന്യം പറയാൻ സാധിക്കുന്നു, എവിടെയൊക്കെ ഭഗവാന്റെ ഭക്തന്മാർ വിജയിക്കുന്നു, അതൊക്കെ ഭട്ടതിരിപ്പാട് പ്രത്യേകം എടുത്ത് കാണിക്കും. അപ്പോൾ അസുരന്മാരോട് ദേഷ്യമൊന്നും ഭഗവാനില്ല. ആ അസുരത്വം, ആ സ്വഭാവം ആർക്കുണ്ടോ അവർക്ക് ഭഗവാനോട് ചേരാൻ അവർ ശ്രമിക്കണില്ല, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. ശ്ലോകം ഒന്നും കൂടി നോക്കാം. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസദോ നുതദിദം ദിദിജോപിലേഭേ യത് തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധ. ഇനി ഒട്ടും വൈകരുത്, ദിവസം 30 ആയി. എൻ്റെ അസുഖത്തിനാണെങ്കിൽ ഒരു കുറവും കാണാനില്ല. ഭഗവാനെ, അവിടുന്ന് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ അവതാരങ്ങൾ തന്നെ എടുക്കണില്ലേ? ഞാനാണെങ്കിൽ ഇതേ മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കല്ലേ, എന്നോടും കരുണ കാണിക്കണേ. എപ്പോഴും അങ്ങനെയാണ് ഭട്ടതിരിപ്പാട് തൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പോലെ ഭഗവാനോട് സംസാരിക്കും. ഈ നാരായണീയത്തിലാണ് അത് പല പ്രാവശ്യം കാണാം. ഭഗവാൻ ഇങ്ങോട്ടും വർത്തമാനം പറയും, ചിരിക്കും, പ്രോത്സാഹിപ്പിക്കും, ഭട്ടതിരിപ്പാടേന്ന് വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഗുരുവായൂരമ്പലത്തിലേക്ക് കടക്കുമ്പോൾ വലത്തെ ഭാഗത്തെ തൂണിൻ്റെ പിന്നിൽ ഭഗവാന്റെ ശബ്ദം കേൾക്കാറുണ്ട് എന്നും ആ കാലത്ത് ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഭട്ടതിരിപ്പാട് ഓരോന്ന് പറയുമ്പോൾ തിരുത്തണതും അയ്യോ ഞാനത് മറന്നുപോയി എന്ന് പറയണതും ഒക്കെ ആയിട്ട് ഭഗവാൻ പറയാറുണ്ട് പോലും. അങ്ങനെ ഈ 30ാമത്തെ ദശകവും ഭഗവത് പാദങ്ങളിൽ നമുക്ക് അർപ്പിക്കാം. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ദശകം 31 കൂടി.